വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. വിവാഹത്തിൻ്റെ ലക്ഷ്യം മുതൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, പല വീടുകളിലും സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഉമ്മ ഒറ്റക്കാണ്, അപ്പോൾ വീട്ടിലൊരു പെൺകുട്ടി വേണം, ഉമ്മക്ക് സഹായിക്കാൻ ഒരാളെ വേണം എന്നിട്ട് കല്യാണം കഴിക്കുന്നത്. അവിടെ തന്നെ പാളി. ആ നീയത്തന്നെ ശരിയല്ല എന്നാണ്. ഉമ്മാക്ക് സഹായം വരുന്നോ വരില്ലെന്നത് വിവാഹത്തിന് ശേഷം സാഹചര്യത്തിനനുസരിച്ചാവാം. പക്ഷേ വിവാഹത്തിൻ്റെ ലക്ഷ്യം അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചത് എങ്ങനെയാണ്? യാ മഅ്ശറ ശബാബ്, ഏ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. കല്യാണത്തിൻ്റെ പ്രായമായ ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണം കഴിക്കണം. എന്നിട്ട് ലക്ഷ്യം പഠിപ്പിച്ചത് എന്താ? അഅദ്ദുലിൽ ബസർ വഅഹ്സനുൽ ഫർജ്. നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താനും അതിനെ സൂക്ഷിക്കാനും ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും ആ വിവാഹം ഉപകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിൻ്റെ ലക്ഷ്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. അത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ഉണർത്തിയ കാര്യമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ആത്യന്തികമായി വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ സംസ്കാരം നന്നാവുകയാണ്, അവൻ്റെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിനാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇബാദത്തിലേക്കുള്ള കാൽവെപ്പാണ് നിക്കാഹിൻ്റെ അന്ന് ശരിക്ക് നമ്മൾ ഏറ്റവും ഈമാനോടെ ഭയഭക്തിയോടെ തെക്കുവയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരാരാധനാ കർമ്മമാണ് വിവാഹം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും അതാണ് നമ്മളെ പഠിപ്പിച്ചത്. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു നല്ല കുടുംബം ഉണ്ടാകണമെങ്കിൽ വിവാഹം ഉണ്ടാവണം. ഇന്ന് നമ്മുടെ നാടുകളിൽ കൂട്ടത്തിൽ ചേർത്ത് പറയാനുള്ളൊരു വിഷയം, പല ആളുകൾക്കും വിവാഹത്തിനോട് താല്പര്യമില്ലാതാവുന്നു. വിവാഹം എന്ന് പറയുന്ന സാധനം വേണ്ട. 21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയോട് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞാൽ അയിമക്ക് ചിന്തിക്കണം എന്നല്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, അന്ന് നമ്മുടെ നാടുകളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്തകളാണ്. ഒന്ന്, ലിബറലിസം ഇന്ന് സമൂഹത്തിൽ കുത്തി നിറച്ച് വിവാഹമൊന്നും വേണ്ട, അതൊരു അടിമത്ത സമ്പ്രദായമായൊക്കെ കാണുന്ന ആളുകളുണ്ട്. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടിമയായി ഭാര്യയെ കാണുന്നു, അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്നിടത്തേക്കൊക്കെ ചിന്തകൾ എത്തുന്നു എന്നുള്ളതാണ്. അതിനെ കാണുന്ന കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അതിനെ പഠിക്കുന്നിടത്തും വന്ന പിഴവുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമ്മുടെ നാടുകളിൽ ഇസ്ലാമിക ചിട്ടയോടുകൂടി കുടുംബജീവിതം നടക്കാത്തതിൻ്റെ തകരാറുകൾ. പ്രായമായി പെൺകുട്ടിയോട് കല്യാണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് കുട്ടി പറയുന്ന സമയത്ത് വാപ്പ സംസാരിക്കാൻ വേണ്ടി, കുട്ടിനോട് സംസാരിക്കാൻ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും മോളോട് എന്ന് പറഞ്ഞാൽ, പല മക്കളോട് സംസാരിക്കുമ്പോൾ ചില മക്കളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്താ അറിയോ? പൊന്നാര മൗലവി, നിങ്ങൾ ഞങ്ങളോട് നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞ് നിക്കാഹ് ഏതാണെന്നറിയോ? എൻ്റെ അമ്മ എൻ്റെ വാപ്പി നടത്തുന്ന കുടുംബജീവിതം നയിക്കാനല്ലേ നിങ്ങൾ എന്നെ ക്ഷണിക്കണത്? അതിനല്ലേ നിങ്ങൾ എന്നോട് കൽപ്പിക്കണത്? ആ ജീവിതം എനിക്ക് വേണ്ട. തകരാറ് എവിടെ? ഞാൻ 2 കാരണങ്ങൾ പറഞ്ഞുതരും. രണ്ടാമത്തെ കാരണം അതാണ്. പലപ്പോഴും കുടുംബം ഒരു ഭാരമായി മക്കൾക്ക് തോന്നുന്നുവെങ്കിൽ പല കുടുംബങ്ങളിലെ രക്ഷിതാക്കളും ഇടപെടുന്നിടത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. എൻ്റെ വിഷയതല്ല, കൂട്ടത്തിൽ ചേർത്തു വിഷയം പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ നല്ലൊരു കുടുംബജീവിതം ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് കാൽവെപ്പ് നടത്തുകയാണെങ്കിൽ ഇപ്പറഞ്ഞ പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവില്ല. ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഇടപെട്ട് ജീവിക്കേണ്ട രൂപത്തിൽ മക്കൾക്ക് മാതൃകയുള്ള രക്ഷിതാക്കളായി മാറുന്നതിലൂടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. നല്ലൊരു സമൂഹം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു കുടുംബം രൂപപ്പെടണം. ഒരു കുടുംബം, നല്ല കുടുംബം ഉണ്ടായാൽ ആ കുടുംബത്തിലൂടെയാണ് നല്ലൊരു സമൂഹം നമ്മുടെ നാടുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിവാഹം എന്ന ആ കർമ്മത്തിലൂടെ നല്ലൊരു സമുദായത്തെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇതൊക്കെ വിവാഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് ഹൈറുകളാണ്. പക്ഷേ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് പെണ്ണ് കാണൽ ചടങ്ങ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മുതൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. പെണ്ണ് കാണൽ ചടങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ ഫഇന്നഹു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഇന്നഹു അഹ്റാ അൻ യുഅ്ദമ ബൈനകും ബൈനഹുമാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ,
നീ പോയി അവളെ കാണുക, അവളെ നീ പോയി കാണണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ സ്വരച്ചേർച്ചയുണ്ടാവാൻ അത് നിങ്ങൾക്ക് സഹായിക്കുമെന്നാണ്, അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെണ്ണ് കാണുക എന്നുള്ളത് എന്താണ്? ഇസ്ലാം അനുവദിച്ചതാണ്. ആ കാണുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ നല്ല രൂപത്തിൽ നോക്കാൻ തന്നെ റസൂൽ അനുവദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പെണ്ണ് കാണുക എന്നുള്ളത്. അപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ് ദീനിലുള്ളതാണ്. പക്ഷേ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങിലൂടെ നടക്കുന്ന കുറേ വേണ്ടാത്തരങ്ങളുണ്ട്. അതെന്താ? എല്ലാം ഇപ്പം നേരത്തെ പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പരാമർശിച്ചൊരു വാക്കുണ്ടല്ലോ, അഹങ്കാരം, പൊങ്ങച്ചം. അതിലൂടെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതിന് വിരുദ്ധമായി നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പെണ്ണ് കണ്ടു, പെണ്ണിനെ കണ്ട ചെറുക്കന് ഇഷ്ടപ്പെട്ടു, പരസ്പരം അവർക്ക് തമ്മിൽ തൃപ്തിയായി, പിന്നെന്ത് നടക്കണം? വിവാഹം നടക്കണം. പക്ഷേ ആദ്യം ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുടുംബം വരവുണ്ട്. തെറ്റൊന്നുമില്ല, കുടുംബം കാണാൻ വന്നു, അല്ലെങ്കിൽ അനിയത്തിയാൾ ഏട്ടത്തിയാൾ പെണ്ണിനെ കാണാൻ പോയി എന്നുള്ളത് തെറ്റൊന്നുമല്ല, ഒരു വലിയ പാപമാണെന്നൊന്നും പറയാനില്ല. പക്ഷേ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ വീണ്ടും പിന്നൊരു വരവുണ്ട്, ഒരു മുട്ടായി കൊടുക്കൽ ചടങ്ങ്. ഒരു മുട്ടായി കൊടുക്കൽ ചടങ്ങുണ്ട്. എന്നിട്ട് ഗോപുരം പോലെ മുട്ടായി വാങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു മുനാരം പോലെയൊക്കെ കെട്ടിപ്പടുത്തിട്ട് ഇതിങ്ങനെ വരിക്ക് മറ്റേ എന്താ പറയുക അതിന്, അതിങ്ങനെ ഏറ്റിയും കൊണ്ട് കുറേ പെണ്ണുങ്ങൾ ഷോ കാണിക്കാൻ. ആരെ കാണിക്കാനത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച നമ്മളെന്താരോ, ഇപ്പം നമ്മൾ ഈ ഗൾഫിൽ ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയ, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇന്നിപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങാണ്, അല്ലെങ്കിൽ മുട്ടായി കൊടുക്കൽ ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റി കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കിയ ഈ പണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദൂർത്തടിക്കുന്നത്. നമുക്ക് നിയന്ത്രണങ്ങൾ വരുത്താൻ നമ്മൾ ഒരുക്കമല്ല, മൗനമാണ് നമ്മൾ പലപ്പോഴുമെങ്കിൽ. സഹോദരങ്ങളെ, അള്ളാഹിനോട് നാം ചെലവഴിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് നമ്മൾ അള്ളാഹിനോട് ഉത്തരം പറയണ്ടേ? ഇസ്ലാമിൽ ഇല്ലാത്തൊരാചാരം മതത്തിൻ്റെ പേരിൽ, ഇത്തരം നന്മകളുടെ വിഷയത്തിൽ, അതായത് സുഹൃതമായ ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഇത്തരം ആചാരങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം. ഇനി അതുമാത്രമല്ല, ഈ പെണ്ണ് കാണൽ ചടങ്ങിലുണ്ട് നമ്മുടെ നാട്ടിൽ പെണ്ണിൻ്റെ ഒരു കുറ്റാന്വേഷണം നടത്തി നോക്കുക, കടത്തി നോക്കുക. എന്തൊക്കെയാണ് നടക്കൽ? മുടി നീളമുണ്ടോ നോക്കുക, എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് എല്ലാ രൂപം നോക്കി കൊടുത്തിട്ട് കുടുംബത്തിൽ എന്താ സംഭവിക്കൽ? ഉഷാറായോ? എന്നാലും കുറ്റം തീരൂല. ഇങ്ങനെ കുടുംബരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ ലാഘവത്തോടു കൂടി കാണുകയും അള്ളാന്റെ ദീനിൽ വലിയ ഗൗരവമുള്ള വിഷയമായി മാറുകയും ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താ? ഫളഫിർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ മതബോധമുള്ളവളെ തിരഞ്ഞെടുക്കണം, മതബോധമുള്ളവളെ തിരഞ്ഞെടുക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, തുൻകഹുൽ മർഅതു ലി അർബഇൻ, വിവാഹത്തിന്റെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ നിക്കാഹ് ഖുതുബയിൽ നമ്മൾ കേൾക്കുന്ന ഹദീസാ, നിക്കാഹ് ഖുതുബകളിൽ നമ്മൾ കേൾക്കുന്ന ഹദീസാണ് അല്ലേ? തുൻകഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നാടുകളിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. ലിമാലിഹാ വലി ഹസബിഹാ വലി ജമാലിഹാ വലി ദീനിഹാ. 1 ലിമാലിഹ, പെണ്ണിന്റെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. 2 വലി ദീനിഹ വലി ജമാലിഹ, പെണ്ണിന്റെ ഭംഗി നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. 3 വലി ഹസബിഹ, പെണ്ണിന്റെ തറവാട് നോക്കി കല്യാണം കഴിക്കുന്നവരുമുണ്ട്. 4-മത്തത് വലി ദീനിഹ, പെണ്ണിന്റെ ദീന് നോക്കി കല്യാണം കഴിക്കുന്നവരുമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഫളഫിർ ബിദാത്തിദ്ദീൻ, ഒന്നിനെ തറപ്പിച്ച് ഉറപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളഫിർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ദീനിന് ശക്തമായി പറയാനുള്ള കാരണം എന്താ? ദീനുണ്ടെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളൊക്കെ നിലനിന്നു പോകുള്ളൂ. ഇപ്പം നല്ല തറവാടുത്തം നോക്കിയിട്ട് ഒരാൾ പെണ്ണിട്ടി, ആ തറവാട്ടിൽ കുരുത്തം കെട്ട ഒരുത്തണ്ടായാൽ മതി, തറവാടിൻ്റെ പേര് ചീത്തയി, അതുകൊണ്ട് കാര്യമല്ല. ഇനി പെണ്ണിൻ്റെ ഭംഗി നോക്കിയ ഒരാൾ കല്യാണം കഴിച്ചു, ആലോചിച്ച് നോക്കി നിങ്ങൾ, വീട്ടിൽ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന തിളച്ച വെള്ളം ഒന്നിനു പറഞ്ഞാൽ മതി, ഭംഗിൻ്റെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ശരീരത്തിലൊരു രോഗം പിടിപെട്ടാൽ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, ഭംഗി തീർന്നു. ഇനി 2 പ്രസവം കഴിഞ്ഞാൽ തന്നെ തീർന്നു അല്ലേ? 2 പ്രസവം കഴിഞ്ഞാൽ തന്നെ തീർന്നു. അപ്പോൾ അവിടെ ഭംഗി എന്നതിന്
പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ എവിടെയാണ് പ്രശ്നം? ദീന് നോക്കാതെ ഭംഗി നോക്കി, തറവാടുത്തം നോക്കി, അത് മാത്രമേ നോക്കിയുള്ളൂ, ബാക്കിയൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ചെറുതല്ല. ഇനി സമ്പത്തോ? ആലോചിച്ച് നോക്കി. നിങ്ങൾ നമ്മളെ നാടുകളിൽ വരുന്ന രോഗങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കി. മാരകമായൊരു രോഗം കുടുംബത്തിലൊരാൾക്കുണ്ടായാൽ വീട് വിൽക്കേണ്ടി വരും. സമ്പത്തൊന്നും നിലനിൽക്കൂല. എന്നും ഇഹലോകത്തും പരലോകത്തും നിലനിൽക്കുന്നത് എന്താണെന്നറിയോ? അത് ദീനാണ്. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എൻ്റെ ഉമ്മാൻ അവളെങ്ങനെ നോക്കും? എൻ്റെ വാപ്പയെ അവളെങ്ങനെ നോക്കും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യാനെന്നാണ്. ഫളഫിറു ബിദാത്തി ദീൻ, മതബോധത്തിന് പ്രാധാന്യം നൽകുക. ആ ഒരു ചിന്തയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ഞങ്ങളുടെ കല്യാണം ഉറച്ചു, പെണ്ണിന് ഇഷ്ടമായി, ചെക്കനക്കും ഇഷ്ടമായി, കുടുംബങ്ങളൊക്കെ റാഹത്തായി, വിവാഹം ഉറച്ചു. ഇനി എന്താ നടക്കാൻ പോണത്? ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇസ്ലാം ഹറാമാക്കിയ പല കാര്യങ്ങളും. നിക്കാഹ് എന്ന കർമ്മം നടക്കുന്ന ആ സമയം വരെ അവർ തമ്മിൽ ഹറാമായ ബന്ധമായിരിക്കും, സംസാരിച്ചാലോ ഇടപെട്ടാലൊക്കെ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണല്ലേ, എന്താപ്പം എനിക്കോട് വർത്താനം പറഞ്ഞാൽ, എന്താപ്പം ഞാനൊരു ചാറ്റിങ് നടത്തിയാൽ, എന്താപ്പം ഒന്ന് കൂടെ വിളിച്ച് കൊണ്ടുപോയി ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ എന്താ കുഴപ്പം? അതിലൊക്കെ ഒരു ലാഘവത്താണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിക്കാഹ് എന്ന ചടങ്ങ് ആ ഒരു ഇബാദത്ത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, അവൾ നമുക്ക് ഹലാലായ പെണ്ണായി മാറുള്ളൂ. അത് തിരിച്ചങ്ങോട്ടും അങ്ങനെ. ഒരു പുരുഷന് ഒരു സ്ത്രീ ഹലാലാവണമെങ്കിൽ എപ്പോൾ വേണം? നിക്കാഹ് നടക്കണം. ദുബൈയിലെ ഒരു സഹോദരൻ എല്ലാം ഉറച്ചു. ഒരു ബുധനാഴ്ച ദിവസം നിക്കാഹ് ഉറപ്പിച്ചു. അങ്ങനെ എല്ലാം റെഡിയായി. മൂപ്പര് ഞങ്ങളോടൊക്കെ കല്യാണം പറയൊക്കെ റെഡിയായി. ഓളെ കോഫി ഷോപ്പിക്ക് വിളിച്ചിട്ടോള് വന്നിട്ടില്ല. ഫോൺ ചെയ്താൽ ശരിക്ക് വർത്താനം പറയില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസം മുമ്പ് നിക്കാഹ് കല്യാണം മുടങ്ങി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ 3 ദിവസം മുമ്പ് കല്യാണം മുടങ്ങി. ആ ഒരു പെണ്ണിൻ്റെ പിതാവ് കരയണ കരച്ചിൽ കാണങ്ങൾ. ഞാൻ പറഞ്ഞു, ഹൈറല്ലേ, നിങ്ങൾ എന്തിനാ ദുഃഖിക്കണത്? എത്ര ഹൈറുള്ള കാര്യമാണ്. കാരണം നിക്കാഹിന് ശേഷമാണ് ഈ പരാതി വരുന്നെങ്കിലോ, അതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ തീരുമാനമായല്ലോ. അപ്പം ദീന് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, കുൽ നബിയെ പറയണം, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. കുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ റസൂലേ അവരോട്, പരിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കൂ റസൂലേ. എന്താ പറയേണ്ടത്? യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ കണ്ണിനെ കാത്തു സൂക്ഷിക്കാനും അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അതാണ് അവർക്ക് ഏറ്റവും ഖൈറായ മാർഗമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പെണ്ണ് കാണുക എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ച ശൈലിയാണ്. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇനി നിക്കാഹ് വരെ ക്ഷമിക്കണം. അത് ദീന് പഠിപ്പിച്ച ശൈലിയാണ്. അതിൻ്റെ ഇടക്ക് അവളുമായുള്ള സംസാരം അല്ലെങ്കിൽ അവനുമായുള്ള സംസാരം രണ്ടു പേർക്കും എന്തല്ല, അനുവദിക്കപ്പെട്ടതല്ല. പിന്നെ ഒരു ചാറ്റിങ്, ഒരു എന്താ പറയുക, ഒരു ഡേറ്റിങ്, പല കോലത്തിലാണ് വർത്തമാനങ്ങൾ. ഇതൊക്കെ നാടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഖുർആനിലെ വചനങ്ങൾ, ഈ ആയത്ത് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിൻ്റെ തൊട്ടുതായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? കുല്ലിൽ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കൂ നബിയെ, യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. മനസ്സിലായോ? നിക്കാഹ് തീരുന്നതിന് മുമ്പ് അന്യപെണ്ണും അന്യപുരുഷനും എങ്ങനെ ആയിരിക്കണം? അന്യപെണ്ണും അന്യപുരുഷനും പരസ്പരം ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾ, കൂടെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, അത് ആ നിക്കാഹ് നടക്കുന്നത് വരെ ആ ബന്ധം അവർക്ക് എന്തല്ല, അനുവദിച്ചതല്ല. ഇത് അന്യ സ്ത്രീയും അന്യപുരുഷനും എന്തൊരു നിയമമാണോ ഇസ്ലാം പഠിപ്പിച്ചത് അതവിടെ ബാധകമാണ്. പിന്നെ നിക്കാഹ് എന്ന കരാറ് തീർന്നതോടു കൂടി അതെന്തായി? അവർ അല്ലാഹ് ഹലാലായി.
ആ ഹലാലാകുന്നത് വരെ അതിൽ സൂക്ഷ്മത വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇനി നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിക്കാഹ് എന്ന ആ ഒരു കല്യാണം എന്ന ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി പിന്നെ ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് ഒരു വസ്ത്രമെടുക്കൽ ചടങ്ങാണ്. പല നാട്ടിലും പല കോലത്തിലാണ് ഈ സംഭവം നടക്കാറുള്ളത്. ഈ വസ്ത്രമെടുക്കൽ 10,000ങ്ങളുടെ വസ്ത്രമാണ് പല കല്യാണത്തിനു വേണ്ടി ആളുകൾ എടുക്കുക. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് വസ്ത്രമെടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ദൂർത്തടിക്കുന്ന സമ്പ്രദായം ദീൻ ഒരിക്കലും അനുവദിച്ചതല്ല. എല്ലാത്തിലും ഒരു മിതത്വം അനിവാര്യമാണ്. ഒന്ന്, ഇസ്ലാമിക വേഷവിധാനമാവണം നമ്മുടെ കല്യാണങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം പഠിപ്പിച്ച മുഖവും മുൻകൈയും ഒഴിച്ചൊരു പെണ്ണ് ധരിക്കേണ്ട വസ്ത്രങ്ങൾ വ്യക്തമായ രൂപത്തിൽ ആ രൂപത്തിൽ തന്നെയാവണം. പല ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു പെണ്ണിന് അലങ്കാര വസ്ത്രം അല്ലെങ്കിൽ കുറച്ച് കാണാൻ ഭംഗിയുള്ള വസ്ത്രം കല്യാണത്തിൻ്റെ അന്ന് ധരിച്ചൂടെ? കുഴപ്പമില്ല, പക്ഷേ അത് ഷോ കാണിക്കാനാകരുത്. സ്റ്റേജിന്മ കയറ്റി നിർത്തിയിട്ട് ആണും പെണ്ണൊക്കെ ഇരിക്കുന്ന സദസ്സിൻ്റെ മുന്നിൽ ഷോ കാണിക്കാൻ പെണ്ണിനെ അലങ്കരിച്ചിരുത്തുന്ന സമ്പ്രദായം അനുവദിച്ചതല്ല. എന്നാൽ സ്ത്രീകൾക്കിടയിൽ ഒരു പെണ്ണൊരു കല്യാണ പെണ്ണെന്ന് വേറിട്ടറിയുന്ന രൂപത്തിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ ശരീരം മറയുമാറ് ഒരു പെണ്ണുങ്ങൾക്കിടയിൽ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളതുകൊണ്ട് എന്തല്ല, തകരാറില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്ന് മാത്രം. പക്ഷേ ഒരു പുരുഷൻ്റെ മുന്നിലേക്ക് ആ പെണ്ണിറങ്ങുമ്പോൾ പൂർണ്ണമായും അവളുടെ അലങ്കാരങ്ങൾ പുറത്ത് പ്രകടമാകാത്ത രൂപത്തിൽ ആ പെണ്ണ് ഏറ്റവും ഗൗരവമായി സൂക്ഷിക്കണമെന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നിങ്ങളാലോചിക്ക്, കല്യാണത്തിൻ്റെ പേരിൽ ലിപ്സ്റ്റിക്ക് ഇല്ലേ അള്ളാഹ് അനുവദിച്ചതാ? പുരുകം ത്രെഡ് ചെയ്തിട്ട് മുഖത്ത് പുട്ടിയിട്ട് എല്ലാ അലങ്കാരങ്ങളും നടത്തിയിട്ടാണ് ഒരു പെണ്ണിന് എന്ത് ചെയ്യണത്, ഒരുക്കി ഇറക്കണത്. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഈ പെണ്ണിൻ്റെ കോലം നല്ല അലങ്കരിച്ചാണ് പെണ്ണ് നിർത്തിയത്. നിശ്ചയത്തിൻ്റെ അന്നോ അന്നും ഈ പെണ്ണ് ഇങ്ങനെ തന്നെ, നിക്കാഹിൻ്റെ അന്നോ അന്നും ഇങ്ങനെ തന്നെ. ആദ്യ രാത്രിയിൽ കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴേ കാണുള്ളൂ ഏതാ സാധനം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അന്ന് മനസ്സിലാവും എന്ത്, ഇവിടെ ചൊറുക്കെത്ര ഉണ്ട് എന്ന്. അങ്ങനെയാണ് പല കുടുംബങ്ങളിലും ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അലങ്കാരം കൂടിപ്പോയതാ പ്രശ്നം. അലങ്കാരം കൂടിപ്പോയതാ പ്രശ്നം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് നമ്മൾ നിൽക്കണം. പുരുകം ത്രെഡ് ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വിഭാഗത്തിൽ എണ്ണിയ കൂട്ടത്തിൽപ്പെട്ടവരാണ്. മുഖം പുട്ടിയിട്ട് അതിനെ അലങ്കരിച്ച് ആര് കാണാനാ സഹോദരങ്ങളെ? ആ രൂപത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത്. ആഡംബരമായ വസ്ത്രങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആഭരണ ഭ്രമം, ആഭരണം അനുവദനീയാണ്. പക്ഷേ അത് ആൾക്കാരെ കാണിക്കാനുള്ളൊരു ഷോ ആയി മാറുന്നോ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. ഒരു നിലക്കും നിലയും വരില്ലാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പല വിവാഹങ്ങളും നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്. പെണ്ണിനെ കെട്ടിക്കല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ കരുതിയിട്ടുണ്ട് ഒരു വാങ്ങിക്കൊടുക്കൽ. എന്നിട്ട് അത് അന്നത്തെ ദിവസം അതൊക്കെ പോടെ മേത്തിട്ടിട്ടാണ് പെണ്ണിനെ നിർത്തുക. മനസ്സിലായുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ജാടകളും അള്ളാഹിൻ്റെ ദീൻ അനുവദിച്ചിട്ടില്ല. അത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വിവാഹങ്ങളിൽ ലളിതമായി മാറണമെന്ന്. ലളിതമായ വിവാഹങ്ങൾ, ഞാനിതിങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകണമെന്നറിയോ, ചുരുക്കി ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ കൽബിൽ നിൽക്കുള്ളൂ, നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള വിവാഹങ്ങളാകുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും അനിവാര്യമായി നമുക്ക് വേണമെന്നാണ്. പരിശുദ്ധ ഖുർആൻ ഒരു വിഷയം ഹറാമാണെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു വിഷയം അള്ളാഹു ഹറാമാണെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിൻ്റെ അന്ന് ഹലാലാവൂല. വിഷയം മനസ്സിലായോ? കല്യാണത്തിന് മാത്രം ഒരു കാര്യം ഹലാലാവുകയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് ഹറാമാവുകയും അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അത് ഹറാമാവുകയും ചെയ്യുന്ന സമ്പ്രദായം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിങ്ങൾ അള്ളാഹിൻ്റെ ദീന് അനുവദിച്ചു എന്ന് പറഞ്ഞ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് ശരിക്ക് അത്തരം കാര്യങ്ങളിൽ പരിശുദ്ധ ദീന് പഠിപ്പിച്ച പോലെ നമുക്ക് അള്ളാഹിൻ്റെ ദീനനുസരിച്ചുള്ള വിവാഹങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണമെങ്കിൽ ദീന് പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ അറിയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ രൂപത്തിൽ ഈ വസ്ത്രമെടുക്കലും അതേപോലെ തന്നെ ആഭരണങ്ങൾ ഒരുക്കലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഈ അലങ്കാരത്തിന് വേണ്ടിയുള്ള വസ്തുക്കൾ വാങ്ങലും ഒക്കെ
നമ്മൾ ഏറ്റവും ഗൗരവമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിൻ്റെ അന്നത്തെ ദിവസം കേരളത്തിൻ്റെ കഥ എടുത്തെന്ന് പരിശോധിച്ചാൽ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ. മോശപ്പെട്ട രൂപത്തിലാണ്. ഇസ്ലാമിലെ വിവാഹത്തിന് എന്താണ് ആവശ്യം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിൻ്റെ സമ്മതം വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. രണ്ടാൾക്കും തമ്മിൽ തൃപ്തിയാവണം, സമ്മതമുണ്ടായിരിക്കണം. വാപ്പ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിൽ കല്യാണം എന്ത് ചെയ്യൂല, നടത്തരുത്. ആ കുടുംബം ചൊക്കിന് മുന്നോട്ട് പോല. അവിടെ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, രണ്ടാളും തൃപ്തിപ്പെട്ട രൂപത്തിൽ വിവാഹങ്ങൾ നടക്കണം. പിന്നെ മഹർ ഇസ്ലാം ഗൗരവമായി പഠിപ്പിച്ചൊന്നാണ്. വാത്തുന്നിസ സ്വദഖാത്തിഹിന്ന നിഹ്ല. പെണ്ണിന് പാരിതോഷികമായി കൊടുക്കുന്നതിനെയാണ് മഹർ എന്ന് പറയാം. ഇന്ന് കുറേ സ്ത്രീധനൊക്കെ ഒഴിഞ്ഞു പോയതുകൊണ്ട് പണ്ടൊക്കെ മഹർ ഞങ്ങൾ 3 പവൻ തരാമെന്ന് പറഞ്ഞാൽ ഒരു 30 പവൻ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മളെന്ത് ചെയ്യുക, പേടിക്കുക. ഇന്നിപ്പോൾ അത്തരം ചിന്തകളൊക്കെ ഒഴിഞ്ഞു പോയെങ്കിലും പൂർണ്ണമായും ഒഴിഞ്ഞു പോയി എന്ന് പറയാൻ ആയിട്ടില്ല. ചില ആൾക്കാരൊക്കെ എന്നാലും ഉള്ളിൽ കൂടെ 100-99 ഇന്ന് കുറേ രക്ഷപ്പെട്ടതാണ്. എന്നാലും 1% എവിടേക്കോ അങ്ങനെ തട്ടി തടയുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിവാഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ പെണ്ണിൻ്റെ സമ്മതവും വരൻ്റെ സമ്മതമൊക്കെ ആയി വിവാഹം ഉറച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 2 സാക്ഷികളും പിന്നെ മഹറും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വലിയ പെണ്ണിൻ്റെ പിതാവിന് തുല്യമായ ആളുകൾ, പിതാവില്ലെങ്കിൽ പിതാവിന് തുല്യമായ ആളുകൾ, അല്ലെങ്കിൽ വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട ആളുകൾ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയായി നിശ്ചയിക്കുന്ന ആളുകളായി പഠിപ്പിച്ച ആ രൂപത്തിൽ എന്തു വേണം, നിക്കാഹുകൾ നടക്കണം. ഈ 2 സാക്ഷികളും ഈ വലിയും മഹറും സമ്മതവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, വരനും അവിടെ ഉണ്ടെങ്കിൽ എന്ത് നടക്കും? വിവാഹം നടക്കും. പന്തൽ വേണമെന്നില്ല, ബിരിയാണി ചെമ്പ് കയറ്റണമെന്നില്ല. മനസ്സിലായോ? ഒരു ഖത്തീബ് വന്ന് ഖുതുബ പറയണമെന്നില്ല. ഖുതുബ ഉണ്ടെങ്കിൽ നിക്കാഹ് സ്വഹീഹാകുള്ളൂ എന്ന് ആരും എന്ത് ചെയ്യണ്ട, കരുതണ്ട. അതൊരു മുഅക്കദായ സുന്നത്താണ് എന്ന ധാരണയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നേരെ മറിച്ച് ഞങ്ങളെ കുടുംബങ്ങളൊക്കെ ഒന്ന് കൂടാണ്, ഏതായാലും അവിടെ ഒരു നിക്കാഹ് എന്ന ചടങ്ങ് നടക്കുകയാണ്, അപ്പം അതിന് മുമ്പ് കുടുംബങ്ങളിൽ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ദീന് പറയണം, ഒരു ദീനി സദസ്സാക്കി അതിനെ മാറ്റണം എന്ന നിലയ്ക്ക് നമ്മളൊരു 10 മിനിറ്റ് അവിടെ ഒരാൾ ദീന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അതെന്തല്ല, ഒരു തകരാറായിട്ട് അതിനെ കാണും വേണ്ട. അതുണ്ടെങ്കിലേ നിക്കാഹ് സ്വഹീഹാകുള്ളൂ എന്നുള്ള ധാരണയും വേണ്ട എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ വിവാഹങ്ങൾ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായാൽ മതി. വധുവിൻ്റെ സമ്മതം വേണം, വലിയ വേണം, മഹർ വേണം, ചുരുങ്ങിയത് 2 സാക്ഷികൾ വേണം. ഈ രൂപത്തിൽ ആണെങ്കിൽ വിവാഹം നടക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിവാഹം അതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ? വിവാഹത്തിൻ്റെ തലേ ദിവസം ഇന്ന് നമ്മുടെ നാടുകളിൽ ചില മൈലാഞ്ചി കല്യാണങ്ങളുണ്ട്. ഓരോ പേരാണ് കല്യാണത്തിൻ്റെ ഒരാഴ്ചക്ക് ഇങ്ങോട്ട് തുടങ്ങലാണ്. ചില കുടുംബങ്ങളിലൊക്കെ കാണുന്നത് ഒരാഴ്ച മുമ്പ് തുടങ്ങലാണ്. അതിന് ഓരോ പേരിട്ടിരിക്കുക. കല്യാണത്തിൻ്റെ തൊട്ട് തലേ ദിവസം മൈലാഞ്ചി കല്യാണം. എന്നിട്ട് ആണും പെണ്ണും പുട്ടും കടലും കുഴച്ച പോലെ ആ പെരയിലാകെ പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള വിവാഹങ്ങളായി പല കുടുംബങ്ങളിലെ വിവാഹങ്ങളും മാറുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്നു. പല കുടുംബങ്ങളിലും നിസ്കാരമില്ലാത്ത വിവാഹങ്ങൾ. ലൊഹർ കിട്ടി വെച്ചാൽ ലൊഹറില്ല, അസറുണ്ടോ അസറില്ല. കല്യാണങ്ങൾ നടക്കുന്നിടത്ത് നിസ്കാരമില്ലാതെ ഒരു ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും, ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക. ഖുർആൻ പറഞ്ഞെന്താ? നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം മീസാക്കൻ ഗലീളാ. ഇതൊരു സുദൃഢമായ കരാറാണ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി നടത്തുന്ന കരാറാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. ആ നിക്കാഹിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ആ മീസാക്കൻ ഗലീള, ഇത് സുദൃഢമായ കരാറാണ്. ആ കരാറ് നിശ്ചയിക്കുമ്പോൾ ഈമാനോടുകൂടി, അള്ളാഹുവിനോട് പ്രാർത്ഥനയോടുകൂടി, അത്രയും പിന്നെ ശ്രദ്ധയോടെ ദുആഓടെ നടത്തേണ്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നുള്ളത്. അതിനങ്ങട്ട് അലങ്കോലാക്കിയിട്ട് അല്ലേ, നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ തോളിലേറ്റിയിട്ട് പോവുക, ശവപ്പെട്ടിയിൽ പുതിയാപ്പളിനെ കൊണ്ടുപോവുക. ശവപ്പെട്ടിയിൽ പുതിയാപ്പളിനെ കൊണ്ടുപോവുക. മുസ്ലിമിൻ്റെ കല്യാണമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ കല്യാണങ്ങളിൽ ലാത്തി വീശുന്നു പോലീസ്. എങ്ങനെ ഇത് മാറിയേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച
ശൈലിയിൽ നിന്ന് പിന്നെ നിക്കാഹുകൾ മാറുമ്പോൾ നിങ്ങളെ നലിച്ചു നോക്കി. ശ്രീനാരായണ ഗുരുവിന് മഹചരിതമാല എന്നിട്ടൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹചരിതമാല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചൊരു വാക്കുണ്ട്: ആകാശത്തിൻ്റെ ചുവട്ടിലെ, ഭൂമിക്ക് മുകളിലെ ഞാൻ കണ്ട ഏറ്റവും നല്ല കല്യാണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെയും അലി ഇബ്നു അബീ ത്വാലിബിൻ്റെയും കല്യാണമാണെന്ന് ഹൈന്ദവ പണ്ഡിതൻ എഴുതി വച്ചിരിക്കുക. ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹത്തിന് അത്ഭുതമായ മാതൃകാപരമായ വിവാഹമായി കണ്ടത് അവിടെ എന്താ സംഭവിച്ചത്? അലി റളിയല്ലാഹു അൻഹു കല്യാണം അന്വേഷിക്കുന്നു, വിവാഹം നടക്കുന്നു. 5 അൻസാറുകളും 5 മുഹാജിറുകളും കല്യാണത്തിൽ പങ്കെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നു. തീർന്നു. അതാണ് വിവാഹം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹം. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അലി മഹർ എന്ത് കൊടുക്കും? നീ മഹർ എന്ത് കൊടുക്കും? എൻ്റെ കയ്യിലുള്ളതിപ്പോൾ ഈ കുതിരയും ഈ കണ്ട ഞാനിട്ടിരിക്കുന്ന വസ്ത്രം, ഇതല്ലാതെ എൻ്റെ അടുത്തൊന്നുമില്ല. റസൂൽ പറഞ്ഞാൽ പറ്റൂല, മഹർ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അലി റളിയല്ലാഹു അൻഹു പോയി തൻ്റെ കയ്യിലുള്ള പടയങ്കി വിറ്റ് 400 ദിർഹം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ഈ വിവാഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മാതൃകയുള്ള വിവാഹമായി ഹൈന്ദവ പണ്ഡിതന്മാർ എഴുതി വെക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ മാതൃക നമ്മൾ എന്തുകൊണ്ട് പിൻപറ്റുന്നില്ല? എവിടെയാണ് നമുക്ക് തകരാറ് പറ്റണത്? എവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിക്കുന്നത്? ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നില്ല എന്നത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. കല്യാണത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന മൈലാഞ്ചി കല്യാണം ആ ഗാനമേടയുടെ അകമ്പടിയോടുകൂടി 5 നേരം നിസ്കരിക്കുന്ന വാപ്പണ്ട പെരിയിൽ ഏറ്റവും നല്ല ദഅവത്ത് നിർവഹിക്കുന്ന ദായിമാരുള്ള കുടുംബങ്ങളുണ്ട് പല കുടുംബങ്ങളിലും. പക്ഷെ ആ വീട്ടിൽ തലേ ദിവസം ഗാനമേളയാണ്. ആണും പെണ്ണും കൂടിക്കലർന്ന് ആടി തിമർക്കുന്ന വിവാഹ ചടങ്ങുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നു. മാത്രമല്ല, മൈലാഞ്ചി കല്യാണത്തിൻ്റെ പേരിൽ തലേ ദിവസങ്ങളിൽ മദ്യം വിളമ്പുന്ന മുസ്ലിം കല്യാണങ്ങൾ വരെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണോ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങളെന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇസ്ലാമിലെ വിവാഹങ്ങൾ സുന്നത്തുകൾ അനുസരിച്ചുള്ള, പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ടുള്ള വിവാഹങ്ങളാവണം. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൽപ്പിച്ചതാണ്, യാ മഅ്ശറ ശബാബ മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ, കല്യാണത്തിൻ്റെ പ്രായമായ ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് നിക്കാഹ് ഉറപ്പിച്ചു, ഇനി കല്യാണപ്പഴാ നിശ്ചയിക്കണ കല്യാണം അടുത്ത ഡിസംബറിൽ. എന്തിനാ അത്ര ദീർഘം? എത്ര ദൈർഘ്യം എന്തിനാ? എന്നിട്ട് നീട്ടിയിട്ടൊരു കല്യാണം ഇടും. എന്നിട്ട് ആ വാപ്പ ഉണ്ടാക്കിയ പൈസ മുഴുവൻ കൊടുത്തിട്ട് എവിടെയാണ് തീർക്കും? ആ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം അടിച്ചാണ്ട് പൊളിക്കും. എന്നിട്ട് നാട്ടുകാരെ മുന്നിലാവും, നാട്ടിൽ അറിയപ്പെട്ട കല്യാണം, എൻ്റെ മോളെ കല്യാണം. എന്താ പോട് കിട്ടിയേ? എന്താ പോയിട്ട് കിട്ടിയേ? നല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല, അതിലും ധൂർത്തില്ലാതെ കൊടുക്കണം. കുലു വഷ്റബൂ വലാ തുസ്രിഫു, തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ അമിതമാകരുത്. വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത്, ധൂർത്ത് കാണിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭക്ഷണങ്ങൾ ഇങ്ങനെ വാരിക്കോരിയിട്ട് ഒരു തല മുതൽ അങ്ങേ തല വരെ ടേബിൾ വെച്ചിട്ട് നിരത്തി വെച്ചിക്കുക. എന്നിട്ട് ബഫേ സിസ്റ്റം. ചില കല്യാണങ്ങളിലൊക്കെ ബഫേ വരിക്ക് നിന്ന് തിന്നുക. ബഫലോ എന്നാക്കിയ പോത്തിൻ്റെ ശൈലിയായി. റസൂലിന് സുന്നത്തായ ഒരു ശൈലി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിന് വെറുതെ ചെയ്തിട്ട്, അതിന് നേരെ എതിര് ചെയ്തിട്ട് പൊങ്ങച്ചം കാണിക്കുക ആ കാര്യത്തിൽ. സഹോദരങ്ങളെ, അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരലോകത്ത് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ഉത്തരം പറയണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കൽബിൽ ഉണ്ടാവണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് വിരുദ്ധമായി നോക്കി, നിക്കാഹിൻ്റെ സദസ്സിൽ താലികെട്ട് ചടങ്ങ്, മുസ്ലിമിൻ്റെ കല്യാണ താലികെട്ട് ചടങ്ങ്. ഈ അടുത്ത് ഒരു നമ്മുടെ നാട്ടിലൊരു ചെറിയ സംഭവം നടന്നു. നിക്കാഹ് പോലെ തന്നെ ത്വലാക്ക് പാർട്ടി. ഒരു രണ്ടാളും പിരിയാണ്, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് പിരിയാണ്. എന്നിട്ട് അതിന് ആൾക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ഒരു പാർട്ടി ആക്കിയിട്ട്, ഇതിനൊക്കെ തലയാട്ടി കൊടുക്കാൻ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ
നാട്ടിലെന്ത് നടക്കും? അള്ളാഹിൻ്റെ അദാബിനെ നമ്മൾ നല്ലോണം പേടിക്കണം. അള്ളാഹുവിൻ്റെ അദാബിനെ നമ്മൾ നന്നായി പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദീനിന് വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു നിലക്കും കൂട്ടിക്കാൻ പാടില്ല. ഇപ്പം നോക്കി, മഹർ കൊടുക്കാം, പക്ഷേ ആൾക്കാരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, പെണ്ണിനെ കൊണ്ടു നിർത്തിയിട്ട് സദസ്സിൻ്റെ മുന്നിൽ നിന്ന് കെട്ടി കൊടുക്കണം. എന്നിട്ട് അതൊരു ചടങ്ങായി അതൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ് കൊടുത്ത് അതിങ്ങനെ നിന്ന് ഭയങ്കര സംഭവമാക്കി മാറ്റി എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ റീൽസാക്കിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നിക്കാഹിന് നമ്മുടെ ആളുകളാണല്ലോ നിരുതി അവിടെ കൊണ്ടേ നിക്കാഹ് നടത്തിയ, എന്നിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പോരും. നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ പോരും. നമ്മളുള്ള വരെ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ആ നിക്കാഹ് തീരുന്ന വരെ ആ സദസ്സിലെന്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അടുത്തൊരാൾ എനിക്ക് ഒരു റീൽസ് അയച്ചു തന്നു. ഒരു റീൽസ് എനിക്ക് അയച്ചു തരാണ് ഇൻസ്റ്റഗ്രാമിൽ. അതിൽ ഞാനുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞാനത് കണ്ടില്ല. അയാളോട് പറഞ്ഞു ഇന്ന് ഒഴിവാക്കണം ആ സാധനം, ഇന്ന് ഒഴിവാക്കണം. അപ്പം എന്താ സംഭവം? മമ്പാട് വെച്ച് നടന്നൊരു നിക്കാഹ. മമ്പാട് വെച്ച് നടന്ന് നമ്മളാളുകളുടെ നിക്കാഹാണല്ലോ, ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് ഞാൻ നിക്കാഹൊക്കെ ചെയ്തു കൊടുത്ത് അതൊക്കെ ഓക്കെയാണ്. ഞാൻ അവിടെ നിന്ന് പോന്നതിന് ശേഷം അവിടെ ഭയങ്കര ഗാനമേള അടിച്ച് പൊളിച്ച പരിപാടിയാണ്. ഈ റീൽസ് കാണുന്ന ഒരാൾ എന്താ കാണുക? സംഭവം ഇപ്പം പോയതൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലേ, കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? പക്ഷെ അവിടെ നടന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പല ചടങ്ങുകളും നമ്മുടെ നാടുകളിൽ മാനം കെടുത്തുന്ന രൂപത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയത്തുകൾക്കും ഹദീസുകൾക്കും വിരുദ്ധമായി ഈ താലികെട്ട് ചടങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ തന്നെ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻ. ആരാണോ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരം അനുസരിച്ചൊരു കാര്യം ചെയ്യുന്നത് അവരിൽപ്പെട്ടവനാണ്. നമ്മളിങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ട് പിന്നെ നിക്കാഹിന് ഹംദും സലാത്തൊക്കെ ചൊല്ലി നല്ല ഹുത്തുബൊക്കെ പൊട്ടിപ്പൂരം ഹുത്തുബൊക്കെ നടത്തി നിക്കാഹൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് പോരും. എന്നിട്ട് ഇപ്പം താലി കെട്ടും. ആൾക്കാരൊക്കെ കൂട്ടിയിരുത്തിയിട്ട് ഇത് കെട്ടിക്കൊടുക്കണിൽ തെറ്റൊന്നുമില്ല. അവനവൻ്റെ റൂമിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു സ്വകാര്യമായൊരു സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ ഈ മഹറിൻ്റെ ഓൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ ആ മോതിരം ഇട്ടുകൊടുത്തു എന്നുള്ളതൊന്നും കുഴപ്പമില്ല. ഇത് നാട്ടുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചടങ്ങാക്കി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താ? ഇസ്ലാമിലെ ഇത്തരം വിവാഹങ്ങളുടെ ചടങ്ങുകൾ എല്ലാ മേഖലയിലും പരിശുദ്ധമായ ഖുർആനും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച പോലെ നടത്തേണ്ട വിവാഹങ്ങൾക്ക് പകരം അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായി നടക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ റഇബ സുന്നതി ഫലൈസ മിന്നി. മൻ റഇബ സുന്നതി, ആരാണോ എൻ്റെ സുന്നത്തിനെ അതിരുകടക്കുന്നത്, എൻ്റെ സുന്നത്തിന് വിരുദ്ധം ആരാണോ, വിമുഖത കാണിക്കുന്നത് ആരാണോ, ആ സുന്നത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ ആരാണോ, ഫലൈസ മിന്നി, അവർ നമ്മിൽപ്പെട്ടവനല്ല, അവർ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. സഹോദരങ്ങളെ, 5 വക്ത് നിസ്കരിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹിൻ്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ സുന്നത്തിന് വിരുദ്ധമാണോ, ഹബീബിൻ്റെ കൽപ്പനക്കെതിരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്, ഒരു വിഭാഗം നരകത്തിലേക്ക് പോകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചു, എന്നോട് ധിക്കാരം കാണിച്ചവർ അവരാണ് എന്നോട് അനുസരണക്കേട് കാണിച്ചവർ, അവരാണ് നരകത്തിൻ്റെ വക്താക്കൾ. പരിശുദ്ധ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളാണ്. അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായ നിലക്ക് സ്വീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. വർത്താനം പറയുന്നിടത്ത് നമ്മളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ, കുടുംബത്തിലൊരു കല്യാണ ചടങ്ങ് വരുമ്പോൾ അപ്പം നമ്മളെ തൗഹീദൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇളകണാണ്. അപ്പം നമ്മളെ ഈ ഒരു കടുകട്ടിയും ഈ ഒരു ശൈലിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് നഷ്ടപ്പെടുന്നത് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഫോട്ടോഷോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ വീഡിയോകൾ, പടക്കം പൊട്ടലുകൾ, വലിയ പിന്നെ ബാൻഡ് മേളങ്ങൾ കല്യാണങ്ങളിൽ നടക്കുന്നതാണ്, DJ പാർട്ടികൾ കല്യാണങ്ങളിലുള്ളതാണ്. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. സംഗീതത്തിൻ്റെ അകമ്പടികൾ, അതൊക്കെ പൊങ്ങച്ചത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പൊലിമ കാണിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുമ്പോൾ ഏറ്റവും മനസ്സിന് വേദനയുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ? പല കുടുംബങ്ങളിലുള്ള വിവാഹങ്ങളും സമ്പത്തിൻ്റെ പേരിൽ താൻ നാട്ടിൽ പ്രമാണിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നാടുകളിൽ ചില കുടുംബങ്ങളിൽ 2 രൂപത്തിൽ കല്യാണങ്ങൾ, ഒരു കല്യാണം 2 രൂപത്തിൽ. അത് ഒന്ന് പൈസക്കാരക്കുള്ള കല്യാണമാണ്, പിറ്റേ ദിവസം പണമില്ലാത്ത സാധുക്കളുടെ കല്യാണം. അയൽവാസികളുണ്ടല്ലോ, കുറച്ച് പാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓനെ വിളിച്ചിട്ടൊരു കല്യാണം, എന്നിട്ട് ഓനൊന്നും പെടാതെ പിന്നെ VIP കൾക്കൊരു കല്യാണം. ഇങ്ങനെ പരസ്പരം വേർതിരിച്ചിട്ടുള്ള ശൈലികൾ, ഇതൊന്നും അള്ളാന്റെ ദീൻ അനുവദിച്ച ശൈലിയല്ല, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. അള്ളാഹുവിൻ്റെ ദീന് ലളിതമായി ഖൈറുൻ നിക്കാഹ്, ഏറ്റവും നല്ല കല്യാണം ഐസറുഹു, അത് ചെലവ് കുറഞ്ഞ കല്യാണ, ഏറ്റവും ലളിതമായ നിലക്ക് നടക്കുന്ന കല്യാണ. ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ വിവാഹങ്ങൾ നടക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഗാറു ഗീറത്തുല്ലാഹ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവും അഭിമാനരോഷം കൊള്ളും എന്നാണ്. അല്ലാഹുവും അഭിമാനരോഷം കൊള്ളും. അല്ലാഹു എപ്പോഴാണ് അഭിമാനരോഷം കൊള്ളുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അയ്യതിയൽ മുഅ്മിൻ മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം, അല്ലാഹ് നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലാഹു അഭിമാനരോഷം കൊള്ളുന്നു എന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു അഭിമാനരോഷം കൊള്ളുന്നത് എവിടെ? ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഹറാമ് കലരുമ്പോൾ അല്ലാഹു അഭിമാനരോഷം കൊള്ളുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അവിടെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ലജ്ജയില്ലാത്തൊരു തലമുറയുടെ അടയാളമാണ് ഇത്തരം പ്രവണതകൾ. ഇത്തരം പ്രവണതകൾ ലജ്ജയില്ലാത്തൊരു സമൂഹത്തിൻ്റെ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ ലജ്ജയുള്ളവനാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുബ, ഈമാനിന് 70 പരം ശാഖകളുണ്ട്. ആ 70 പരം ശാഖകളിലെ ഒന്നാമത്തെ ശാഖ എണ്ണിയത് അഫ്ളലുഹാ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത്. വ അദ്നാഹാ ഇമാതത്തുൽ ലദാ അനിത് ത്വരീഖ്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഴിയിൽ നിന്ന് മാർഗ്ഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ആലോചിച്ച് നോക്കി, ഈ ലജ്ജക്കെന്ന് പോയി? കല്യാണ ചടങ്ങുകളിൽ പോയി, പല കുടുംബങ്ങളിലും അത് ഇല്ലാതായി. നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾക്കും പിന്നെ ഈ പറയപ്പെട്ട പിന്നെ ലിബറൽ വാദികൾക്കൊക്കെ ആവശ്യം അതാണ്. ഇന്നമൽ ഹയാഉ വൽ ഈമാൻ, ഹയാഉം ലജ്ജയും ഈമാനും ഖുരിനാ ജമീഅ, രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്, രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ റുഫിഅ അഹദുഹുമാ, അതിൽ നിന്ന് ഒന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ റുഫിഅ അൽ-ആഖർ, മറ്റത് അവനിൽ നിന്ന് ഇല്ലാതെയാകും. സ്വാഭാവികമായും അവരിൽ നിന്ന് ഉയർന്നു പോകും. ഒരാളിൽ ലജ്ജ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നർത്ഥം. ഒരാളിൽ നിന്ന് ഈമാൻ ഇല്ലാതെയായാൽ അവൻ ലജ്ജയില്ലാത്തവനായി മാറുകയും ചെയ്യുമെന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഗൗരവമുള്ള വിഷയ, നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയ. ലജ്ജയില്ലാത്തൊരു തലമുറ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുക, എല്ലാ മേഖലയിലും, വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും. ഇവിടെ ഒന്നും ഇല്ലാതായി, നമുക്ക് നമ്മളതിലൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല അടുക്കും ചിട്ടയുമുള്ള കല്യാണങ്ങളാവണം നമ്മുടെ കുടുംബങ്ങളിലെ കല്യാണം. നമ്മുടെ പണത്തിൻ്റെ പൊലിമ കാണിക്കേണ്ട ദിവസം അന്നല്ല. കാണിക്കേണ്ട ആവശ്യം തള്ളു, അഹങ്കരിക്കേണ്ട ആവശ്യം തള്ളു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദൂർത്തടിക്കുന്ന ആളുകളെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചത് എന്താണ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതിയിട്ട് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, അല്ലാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ,
ഇബാദത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നല്ല വസ്ത്രങ്ങൾ, ശുദ്ധമായ നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം. എന്നിട്ട് വക്കുലു വശ്റബൂ, അതേപോലെ നിങ്ങൾ തിന്നോ കുടിച്ചോ, വലാ തുസ്രിഫു, നിങ്ങൾ പിന്നെ അമിതവ്യാഹം ചെയ്യരുത്, അനാവശ്യമായി നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. ഇന്നഹു, നിശ്ചയമായും അല്ലാഹു, അവൻ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് കാണിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല, ധൂർത്ത് കാണിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു മുഅ്മിനിന്റെ അടയാളം എന്താ? ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്താ? നോക്കി നിങ്ങൾ സൂറത്തുൽ ഫുർഖാൻ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി, ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റി ഇങ്ങനെ പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞല്ലോ അമിതമായി ദൂർത്തടിക്കാത്തവരും സമ്പത്തിനെ പിശുക്കി വെക്കാത്തവരുമാണ് വിശ്വാസികൾ. അത്യാവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുകയും എന്നാൽ അനാവശ്യമായി പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അത് വിശ്വാസികളുടെ ക്വാളിറ്റിയാണ്, അല്ലേ? രണ്ടിൻ്റെയും ഇടയിൽ ചെലവഴിക്കുന്നവരാണ്. വകാന ബൈന ദാലിക ഖവാമ. അത് വിശ്വാസികൾ അങ്ങനെ ഇരിക്കുന്ന ആ രൂപത്തിൽ നമ്മളുണ്ടോ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, അല്ലേ? ഈ ദൂർത്തൊക്കെ വരുന്ന എന്താ? കൽബിൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ ചില കടുകുമണികളുണ്ട്. അഹങ്കാരത്തിൻ്റെ ആ പൊങ്ങച്ച നമ്മളെ കൽബിലുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനം പുറത്തേക്ക് ചാടുന്നത്. അതുകൊണ്ടാണ് ഇത് ആൾക്കാർ കാണട്ടെ. ഞാനിപ്പോൾ ചെറിയൊരു കല്യാണം നടത്തിയപ്പോൾ നാട്ടുകാരെന്താ പറയുക? നാട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്താൻ പറ്റും. അള്ളാൻ്റെ ദീനനുസരിച്ച് ചെയ്യാന്നല്ലാതെ അതിൻ്റെ അർത്ഥം ഭക്ഷണം വിളമ്പണ്ടാന്നോ, ഭക്ഷണം കൊടുക്കുക, അതിലൊക്കെ ഒരു മിതത്വം വേണം. നമ്മളെ സൽക്കാരത്തിന് നമ്മൾ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും നിക്കാഹിൻ്റെ ശൈലികൾക്ക് വ്യത്യാസം വന്നു. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാണ്, പെണ്ണിൻ്റെ വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണങ്ങളല്ല യഥാർത്ഥത്തിൽ വലീമ എന്ന് പറയുന്ന ഭക്ഷണം. നമ്മൾ അടിവരടേണ്ട ഒരു വിഷയമാണ്. വലീമ എവിടെ? എന്താണ് വലീമ എന്ന് പറഞ്ഞാൽ? സുന്നത്തായ ഭക്ഷണം, നിക്കാഹിൻ്റെ പേരിൽ, വിവാഹത്തിൻ്റെ പേരിലുള്ള ഭക്ഷണം, അത് വലീമയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞ് രണ്ടാളും ഒരു ദിവസമെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടിയതിന് ശേഷം പിറ്റേ ദിവസം കൊടുക്കുന്ന ഭക്ഷണത്തിനാണെന്ന് പറയാം, വലീമ എന്ന് പറയാം. പെണ്ണിൻ്റെ വീട്ടിൽ നിക്കാഹ് നടന്നു, അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ വിവാഹം നടന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് വിവാഹം നടന്നു, അന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടാമത്തെ ദിവസം ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുക്കുന്നു. ഇവർ നിക്കാഹം കഴിഞ്ഞ് ആളുകൾ കൂടി രണ്ടാമത്തെ ദിവസം ആളുകൾ വന്ന് ഭക്ഷണം കൊടുത്താൽ, സഹോദരങ്ങളെ, വലീമ എന്ന് പറയുന്ന സാധനം അതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി ആ ശൈലിയാണ്. അതാണ് സുന്നത്തായ ഭക്ഷണം. ഇനി പെണ്ണിൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് ഹറാമെന്നൊന്നും പറയാൻ സാധ്യമാണോ? അത് അത്ര ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, പറയേണ്ട. നല്ലൊരു ഭക്ഷണം കൊടുത്തു, അവർ പുണ്യം പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ പെണ്ണിൻ്റെ ചെലവ് ഉണ്ടാവരുതെന്നാണ് അള്ളാൻ്റെ ദീന് പഠിപ്പിച്ച ശൈലി. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചിലവുണ്ടാവരുത്. ചിലവൊക്കെ, കല്യാണത്തിൻ്റെ ചിലവുകളൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി. ആ ശൈലിയിലേക്ക് നമ്മുടെ നാടുകളിലെ കല്യാണങ്ങൾ പോകണം. പക്ഷേ ഇതിനൊക്കെ മാറി ഈ പറഞ്ഞ രൂപത്തിൽ പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ വിവാഹങ്ങളായി മാറാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. പൊങ്ങച്ചം കാണിക്കുന്ന, അഹങ്കാരം നടിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആൻ 16-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ശൈലി അതാണ്. അതുകൊണ്ട് ഈ പൊങ്ങച്ചവും ഈ പറയപ്പെട്ട അഹങ്കാരത്തിൻ്റെ ശൈലികളൊക്കെ നമ്മുടെ വിവാഹങ്ങളിൽ നിന്നില്ലാതെയാവണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള സുന്നത്തായ ശൈലിയിലുള്ള കല്യാണങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ നടക്കേണ്ടത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രൂപം, ശൈലി അതാണ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിലുള്ള വിവാഹങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ അതിലൊരു ബറക്കത്തും ഒരു ഖൈറൊക്കെ ഉണ്ടാവും. നല്ലൊരു കുടുംബജീവിതത്തിലേക്കുള്ള കാൽവപ്പ. അത് ഹറാമിൻ്റെ രൂപത്തിലാവരുത്. ആ ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അതിന് ഹറാമിൻ്റെ രൂപത്തിലാകരുത്. അതിലേക്ക് നോക്കി, കല്യാണത്തിൻ്റെ അന്ന് ആകെ ടെൻഷനും പ്രശ്നവും അനുഭവിക്കുന്ന 1-2 ആൾക്കാരുണ്ടാവും ആ കുടുംബത്തിൽ. ഓനിതൊന്നും അറിയുന്നുണ്ടാവില്ല. ഈ സംഭവങ്ങളൊന്നും അറിയാത്ത കുറച്ച് പാവങ്ങളുണ്ടാവും. എന്തിനറിയോ? ഈ പണം ചെലവഴിക്കുന്ന ആളുണ്ടല്ലോ, സംഭവം ഇപ്പം നാട്ടുകാരെ കാണിക്കാനാണ് ഈ കൊടുക്കണതെങ്കിലും ഇയാൾ നിന്ന് ഉരുകുണ്ടാകും അവിടെ, അല്ലേ? ഇയാൾ നിന്ന് ടെൻഷൻ അടിച്ച് ഉരുകുണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, ഈ ഉരുകേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ പൊരിയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള വിവാഹങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം നാളെ പരലോകത്തെ ബാധിക്കുന്ന കേസാണ്. എൻ്റെ സംസാരങ്ങളുടെ ചുരുക്കി കൊണ്ടുവരാം. ഇതൊക്കെ പരലോകത്തെ ബാധിക്കുന്ന കേസാണ്. മരണചിന്ത നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഇതൊക്കെ സൂക്ഷ്മത ഉണ്ടാവും. മരിക്കണമെന്ന ബോധം നമ്മളെ കൽബിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു ഹറാമിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു തോന്നിവാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഇബാദത്ത് പോലുമില്ലാതെ, ഫർളായ നിസ്കാരം പോലുമില്ലാത്ത കല്യാണ ചടങ്ങുകൾ ആലോചിച്ച് നിങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ പോലുമില്ലാത്ത കല്യാണ ചടങ്ങുകൾ, എന്താ അതുകൊണ്ട് കാര്യം? എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അള്ളാഹ് വെറുക്കുന്ന രൂപത്തിലുള്ള വിവാഹങ്ങൾ മാറുമ്പോൾ സഹോദരങ്ങളെ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിലുള്ള ബറക്കത്തുള്ള എടുത്തു കളയും. മനസ്സിലായോ? ഖൈറുകളുള്ള എടുത്തു കളയും. സമാധാനം സ്വസ്ഥതയുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ കാലെടുത്ത് വെക്കണം. മനസ്സിലാവുണ്ടോ? മരിക്കാനുള്ളവരാണെന്ന ബോധവും ഓർമ്മയും നമ്മുടെ കൽബിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ഒരു മിനിറ്റ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പറയപ്പെട്ട ധൂർത്തും ഈ അഹങ്കാരവും ഇതെല്ലാം നിർത്തിപ്പോകുന്നൊരു ദിവസം നമുക്ക് വരാണ്ട്. അഹങ്കാരം കൽബിൽ പ്രകടമാകുമ്പോൾ നമുക്ക് തോന്നേണ്ട, കൽബിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ് അല്ലേ? തഴവ പറഞ്ഞല്ലോ, പൊട്ടാ നീ മുന്തുള്ളി ചെഞ്ചോരക്കട്ടാ, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ടാ, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ടാ, പറവിന്നുടലിൻ ബഹുമാനം പൊട്ടാ. എന്നാലോചിച്ച് നോക്കി, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നീ രൂപം കൊള്ളുമ്പോൾ നീ വെറും ഒരു രക്തക്കട്ടയായിട്ടാണ് നീ രൂപപ്പെട്ട് കഴിഞ്ഞത്. ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീണതിന് ശേഷം നീ ആരായിരുന്നു? നീ ഒരു കാഷ്ടപ്പെട്ടിയാണ്. പിന്നീട് നിനക്കൊരു മരണം വരാനുണ്ട്. 2 കാലുകളും കൂട്ടിക്കെട്ടുന്ന ദിവസം, കണ്ണുകൾ മറ്റുള്ളവർ അടച്ചു തരുന്ന ദിവസം, ശരീരത്തിൻ്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവർ നമ്മിൽ നിന്ന് ഊരിമാറ്റുന്ന ദിവസം, എല്ലാ അഹങ്കാരത്തിനും എല്ലാ പൊങ്ങച്ചങ്ങൾക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും മറുതി വരുന്ന ദിവസം. അന്ന് ഖബറിലേക്കുള്ള യാത്രയാണ്, പരലോകത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രക്ക് വേണ്ട പാതേയം ഒരുക്കുന്നിടത്ത്, ആ യാത്രക്ക് വേണ്ടി തയ്യാറാകുന്നിടത്ത് ഈ പറഞ്ഞ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. എൻ്റെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് പരാജയം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിക്കാൻ എല്ലാ നഫ്സുകളും എല്ലാ ആളുകളെക്കുറിച്ചും റസൂലുള്ള പഠിപ്പിച്ചത് അക്സിറുദ്ദിക്റ, നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ഹാദിമില്ലസാത്തിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ചിന്തിക്കണമെന്നാണ്. ഈ അനാവശ്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മരിക്കണമല്ലോ, പരലോകമുണ്ടല്ലോ, വിചാരണ ഉണ്ടല്ലോ, യൗമുൽ ഹിസാബ് ഉണ്ടല്ലോ. ആ ഒരു ബോധം നമ്മുടെ കൽബിലേക്ക് വരണം. മരണത്തെ മറന്നുകൊണ്ടുള്ള ഒരു ആർഭാടങ്ങളും ഒരു തോന്നിവാസങ്ങളും ഒരു അഹങ്കാരങ്ങളും നമുക്ക് വേണ്ട. പരലോകമുണ്ടെന്ന വിചാരം നമ്മുടെ കൽബിലുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നാളെ റബ്ബിന്റെ കോടതിയിലാണ് മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത്. ആ നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ഇവിടെ നിന്നറിയില്ല സഹോദരങ്ങളെ, വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന അന്നത്തെ ദിവസം, അന്ന് ബോധ്യമാകും ഞാൻ ചെയ്തത് ശരിയാണോ, എൻ്റെ അടുത്ത് പരാജയം സംഭവിച്ചല്ലോ എന്ന് തോന്നുന്ന സമയമതായിരിക്കും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ,
പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറയാണ്, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. നാം അതിനടുത്തായി കാണുന്നു. ഈ പരലോകത്തിനെ കുറിച്ചുള്ള ബോധം ആളുകൾ അതിനെ വിദൂരത്തായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പറഞ്ഞത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു, അവരുടെ സന്നിധിയിലുണ്ട്. എന്നാൽ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, വഹും ഫീ ഗഫല, ആ പരലോകത്തെക്കുറിച്ച് അവർ ഗഫലത്തിലാണ്, അവർ അശ്രദ്ധയിലാണ്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണില്ല, ആഖിറത്തിനെ കുറിച്ച് അവർ ആലോചിക്കണില്ല. ദുനിയാവിൽ എങ്ങനെ അടിച്ചു പൊളിക്കണം, ദുനിയാവിൽ എങ്ങനെ നാട്ടുകാരെ മുന്നിൽ വലുതാകണം, ദുനിയാവിൽ അവർ പൊങ്ങച്ചത്തിൻ്റെ ആളുകളായി മാറണം, ദുനിയാവിലെല്ലാം അവരുടെ കരങ്ങളിൽ ഒതുങ്ങണം. അതായിരുന്നു ലക്ഷ്യം. പരലോകത്തെ ഓർത്തില്ല, ആഖിറത്തിൻ്റെ വിഷയത്തിൽ അവർ ഗഫലത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരലോകം നമ്മുടെ കൽബിന്ന് മറന്നു പോകരുത്. ഈ ഹിസാബിൻ്റെ ദിവസം, വിചാരണയുടെ ദിവസം നമ്മൾ മറന്നു പോകരുത്. നല്ല ശ്രദ്ധയും തഖ്വയും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അമലുകളുടെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം, തൗഹീദിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം. ശിർക്ക് കലരാത്ത വിശ്വാസം കെട്ടിപ്പടുക്കണം, ശിർക്ക് കലരാത്ത വിശ്വാസം കെട്ടിപ്പടുക്കണം. ഇബാദത്തിൻ്റെ കാര്യത്തിൽ നല്ല സൂക്ഷ്മത വേണം. ഹറാമുകളില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. റീൽസ് ഇങ്ങനെ നീക്കുമ്പോഴേ, ഷോർട്സ് ഇങ്ങനെ നീക്കി പോകുമ്പോഴേ സമയം തിന്ന് തീർത്തു, സമയം കൊന്നു തീർത്തു. ഈ പോക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോണ കൂട്ടത്തിൽ പല ഹറാമുകളും നമ്മൾ കണ്ടും ആസ്വദിച്ചു അങ്ങനെ പോയി. ആലോചിച്ച് നോക്കി നിങ്ങൾ, അള്ളാഹു തന്ന അനുഗ്രഹീതമായ സമയം. ഖുർആൻ പറഞ്ഞില്ല, ഇൻ ശകർത്തും ലഅസീദന്നകും വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും. ഖുർആനിൻ്റെ പ്രയോഗം എത്ര മനോഹരാണ്. അള്ളാൻ്റെ സഹായം നമുക്കുണ്ടാകുന്നതാണ്. അള്ളാൻ്റെ സഹായം, സമയം അള്ളാഹ് തന്ന നിഅമത്താണ്. ആ സമയം അള്ളാൻ്റെ മാർഗത്തിൽ ചെലവിടുമ്പോൾ ആ വിഷയത്തിൽ അള്ളാൻ്റെ സഹായം ഉണ്ടാവും. സമ്പത്ത് അള്ളാഹ് തന്ന അനുഗ്രഹമാണ്. ആ സമ്പത്തിന് അള്ളാൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ, അതിനെ ദൂർത്തടിക്കാതെ അള്ളാൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുമ്പോൾ, ആ കാര്യത്തിൽ അള്ളാഹിനോട് നന്ദി കാണിക്കുമ്പോൾ ഒക്കെ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് തന്ന റബ്ബിന് ആ സമ്പത്ത് കൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം. ആരോഗ്യം തന്ന റബ്ബിന് ആ ആരോഗ്യം കൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം. പിന്നെ ഒഴിവ് സമയം തന്ന റബ്ബിന് ആ സമയം കൊണ്ട് നന്ദി കാണിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്, അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ കൽബിലേക്ക് സദാസമയവും ഉണ്ടാവാനും സദാസമയം ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കാനും നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളോടെ ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ഈമാനുമായി ബന്ധപ്പെട്ടും പറഞ്ഞ സഹോദരങ്ങളെ, വിവാഹവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ നന്നായി സൂക്ഷിക്കാൻ. ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരമനുസരിച്ച് പല കോലത്തിലാണ് പല നാട്ടിലും. അപ്പോൾ അവിടെയൊക്കെ ദീൻ എന്താണോ അത് നടപ്പിലാക്കുകയും ദീൻ അനുവദിക്കാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ നാം പരിശ്രമിക്കുക. ഖബറിൽ കൊണ്ടുപോയി നമ്മളെ കിടത്തും. നമ്മളെ കൊണ്ട് സഹോദരങ്ങളെ ഹറാമ് ചെയ്യിപ്പിച്ചവരോ, നമ്മളെ കൊണ്ട് ഹറാമ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചവരോ, നമ്മളെ അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടുപോയി നിർത്തിയവരോ ഇവരാരും നാളെ ഖബറിൽ വരൂല. അല്ലേ? ഒരു മദീന പള്ളി വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ പെണ്ണ് വഫാത്തായി, മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള വരുന്നതിന് മുമ്പ് സ്വഹാബത്ത് പെണ്ണിനെ ഖബറടക്കി. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ പെണ്ണെവിടെ? മദീന വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ല, പള്ളി വൃത്തിയാക്കിയിരുന്നു, അവളെ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, റസൂൽ അവൾ മരിച്ചു, ഞങ്ങളവളെ ഖബറടക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ദല്ലൂനി അലാ ഖബരിഹ, അവളുടെ ഖബറൊന്ന് കാണിച്ചു തരുമെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരുമ്പോൾ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആ പെണ്ണിൻ്റെ ഖബറിടം അള്ളാഹ് എനിക്ക് കാണിച്ചു തന്നു ഇരുട്ടിൻ്റെ കേന്ദ്രമാണ്. ആ ഖബർ ഇരുട്ടിൻ്റെ കേന്ദ്രമാണ്. എൻ്റെ പ്രാർത്ഥന തീരുമ്പോൾ പ്രകാശത്തിൻ്റെ കേന്ദ്രമാക്കി റബ്ബ് മാറ്റി സ്വഹാബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഇരുട്ടുള്ള ഖബറിൽ നമുക്കും കിടക്കണം, നമുക്ക് കിടക്കണം. നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ആ സമ്പത്തിന് അള്ളാൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുക. അള്ളാഹ് പഠിപ്പിച്ച മാർഗത്തിൽ, അള്ളാഹ് അനുവദിച്ച മാർഗത്തിൽ അതിനെ ചെലവിടുക. ആരോഗ്യം അള്ളാൻ്റെ മാർഗത്തിൽ ചെലവിടുക.
ആ സമ്പത്ത് ഖബറിൽ ഉപകാരപ്പെടും. ആ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടും. യത്ബഉൽ മയ്യിത്ത സലാസ, ഒരു മനുഷ്യൻ മരിച്ചാൽ മയ്യത്തിൻ്റെ പിന്നാലെ 3 കാര്യങ്ങൾ പോകും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. 1 അഹ്ലാണ്, അവൻ്റെ കുടുംബമാണ്. 2 വമാലുഹു, അവൻ്റെ ധനമാണ്. 3 നോക്കൂ, വഅമലുഹു, അവൻ്റെ കർമ്മങ്ങളാണ്. ഫയർജിഉ ഇസ്നാനി, 2 അവിടെ നിന്ന് മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദ, 1 അവൻ്റെ ഖബറിൽ ബാക്കിയാകും. ബാക്കിയാകുന്ന 1 ഏതാ? മടങ്ങിപ്പോരുന്ന 2 അഹ്ലുഹു വമാലുഹു. ഖബറിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോരും. ഉപ്പാനെ ഖബറിൽ കിടത്തി, ചരിച്ച് കിടത്തി, മൂടുകല്ല് വെച്ച് 3 പൊടി മണ്ണും വാരിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് ആത്മകഥങ്ങൾ സമ്മാനിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരും. ആത്മകഥം പോലെ അവന് പലതും പറയാണ്ടാവും. ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും. അള്ളാഹിനോട് പ്രാർത്ഥിക്കും അന്നത്തെ ദിവസം, അല്ലേ? അതുകൊണ്ട് തീർന്ന് വീട്ടിൽ വന്നാൽ പിന്നെ കുറച്ച് ദിവസം ഉപ്പാനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടാവും. തീർന്നു. ഒരു മകനും പറയില്ല അപ്പാൻ്റെ ഒപ്പം ഞാനും ഖബറിൽ കിടക്കുകയാണ്. ഒരു മോളും പറയില്ല, ഒരു മക്കളും പറയില്ല, ഒരു വാപ്പി ഒരു ഉമ്മയും പറയില്ല. ആരും ഖബറിലേക്കില്ല. നമ്മളൊറ്റക്ക് പോകുന്ന ഖബറിൽ നമുക്ക് കൂട്ടായിട്ട് വയബ്ഖാ അമലുഹു, നമ്മുടെ അമലുകളാണ് കൂടെ ഉണ്ടാവുക. നമ്മൾ ചെയ്ത സുഹൃതങ്ങളാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക. ആ അമലുകളായിരിക്കണം സഹോദരങ്ങളെ. ഈ മക്കൾ നമുക്ക് ഖബറിൽ ഉപകാരപ്പെടും. ഈ മക്കൾ ദീനനുസരിച്ച് ജീവിച്ചാൽ, അവർ ദീനി ചിട്ടയോടുകൂടി ജീവിച്ചാൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഖബറിൽ കിട്ടും. സമ്പത്ത് അള്ളാൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖബറിൽ കിട്ടും. നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ ആ രൂപത്തിൽ അതിൻ്റെ അംശങ്ങൾ നമുക്ക് ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. ആ രൂപത്തിൽ ആഖിറത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാനും ആഖിറത്തിലേക്ക് വേണ്ടി സമയം ചെലവിടാനും നാം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. റഹ്മാനായ റബ്ബ് ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വർഗം എന്ന ലക്ഷ്യം എപ്പോഴും വേണം. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്വർഗം എന്നൊരു ലക്ഷ്യവും ആ ഒരു ബോധവും നമ്മുടെ കൽബിൽ എല്ലാ സമയത്തും ഉണ്ടാവണം. മനസ്സിൻ്റെ ഉള്ളിൽ സ്വർഗത്തെക്കുറിച്ചുള്ളൊരു വിചാരം സദാസമയം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വരുന്നുണ്ട്. ഞാൻ ചരിത്രത്തിൽ ഈ ഒരു സംഭവം വായിക്കുമ്പോൾ സഹോദരങ്ങളെ വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു ചരിത്ര സംഭവം. ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കണം. സ്വഹാബത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സന്തോഷത്തോടെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചൊല്ലിക്കൊടുക്കാൻ, കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയുടെ കൈ പിടിച്ച്, അറാബിയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ആ ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലിക്കൊടുത്ത് ദീനിലേക്ക് അദ്ദേഹം കടന്നു വന്നതിന് ശേഷം അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുന്നുണ്ട്. ഒരു യുദ്ധഭൂമിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ യുദ്ധത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്ത് കയ്യിലേക്ക് കിട്ടുമ്പോൾ ഓരോ സഹാബികൾക്കും അവരുടെ ഗനീമത്തിൻ്റെ മുതലിങ്ങനെ ഓഹരി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞു ഗനീമത്തിൻ്റെ സ്വത്ത് കൊടുക്കാൻ. അദ്ദേഹം അവിടെ കാണാനല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അദ്ദേഹം പിന്നെ ഈ യുദ്ധത്തിനാവശ്യമായ മൃഗങ്ങളുണ്ടല്ലോ, വാഹനം, ഒട്ടകങ്ങളും കുതിരയും ഒക്കെ ഉണ്ടല്ലോ, അതിനെ മേക്കാൻ വേണ്ടി പോയതാ, അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ ചുമതല അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു ഓഹരി മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. ഇത് സ്വഹാബത്തിന് കൊടുക്കണം, അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സ്വഹാബത്ത് ആ ഒരു വിഹിതം എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്? ഈ അറാബിയുടെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഇത് ഗനീമത്തിൻ്റെ മുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് ഈ സഹാബി ചെല്ലുന്നുണ്ട്. റസൂലേ, ഈ ഗനീമത്തിൻ്റെ മുതൽ ആഗ്രഹിച്ചിട്ടല്ല നബി ഞാൻ മുസ്ലിം ആയത്. എനിക്ക് ഷഹീദാവണം റസൂലേ, എനിക്ക് സ്വർഗം കിട്ടണം നബിയെ. എന്നിട്ട് ഈ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ചങ്കിൻ്റെ നേരെ ശത്രുവിൻ്റെ അമ്പ് വന്ന് തറക്കണം, എന്നിട്ട് ഞാൻ നിലം പതിക്കണം. ആ രൂപത്തിൽ എനിക്ക് ഭൂമിയിൽ നിന്ന് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇത് നിനക്ക് അനുവദിച്ചതാണ്, നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമാണ് നിൻ്റെ കൽബിലുള്ളതെങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അള്ളാൻ്റെ കാര്യത്തിൽ നീ സത്യസന്ധത കാണിച്ചാൽ അള്ളാഹ് നിൻ്റെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കും. ഒരു മുസ്ലിമാണെന്ന ഐഡൻറ്റിറ്റിയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ, എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സത്യസന്ധരായി ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു നിൻ്റെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കുന്നതാണ്. സഹോദരങ്ങളെ, പിന്നീടുണ്ടായൊരു യുദ്ധഭൂമിയിൽ ചരിത്രത്തിൽ കാണാം, ഈ ഒരു അറാബിയും ചുമന്നിട്ട് 4 സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് ഈ അറാബിയെ ചുമന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നോക്കുമ്പോൾ കഴുത്തിലൊരു ദ്വാരമുണ്ട്. കിടത്തിയ ആ ദ്വാരം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അതേ നബിയെ,
അന്ന് നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ച അതേ വ്യക്തിയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം സത്യസന്ധത കാണിച്ചു, അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധത കാണിച്ചു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത്, ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം, അറാബിയുടെ മയ്യത്തെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി കയറി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അള്ളാഹുവേ ഇന്നി അബ്ദുക്, ഈ മനുഷ്യൻ നിൻ്റെ അടിമയാണ്, നിൻ്റെ അടിമയാണ്, അദ്ദേഹം രക്തസാക്ഷിയായതാണ്. അന ഷഹീദുൻ അലാ ദാലിക്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുന്നിടത്ത് ദുനിയാവിൽ പല തടസ്സങ്ങളും നമുക്കുണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ തട്ടി നീക്കി പരലോകം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരാൾ, സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ ഒരാഡംബരങ്ങളും അയാളെ ബാധിക്കില്ല. വിശ്വാസം ശുദ്ധീകരിച്ചും കർമ്മങ്ങൾ നന്നാക്കിയും സ്വഭാവം നന്നാക്കിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നന്നാക്കി ജീവിക്കുന്നൊരു മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരടിമയായി മാറാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുക. അതിന് നല്ലോണം പഠിക്കുക. ദീന് കേൾക്കുന്ന സദസ്സുകൾ ധാരാളം നമ്മുടെ നാടുകളിലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ആ ക്ലാസ്സുകളിലേക്കൊക്കെ വന്നിരിക്കുക. ദിനേന അള്ളാഹിൻ്റെ ദീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇബാദത്തിലേക്കൊക്കെ ശ്രദ്ധ കാണിക്കുന്നൊരു മനസ്സുണ്ടാവുക. അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് പ്രളയത്തിൻ്റെ ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സഹായം ആ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.